നമസ്കാരം, ഏബിളിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമ്പോസിഷൻ ഡീലർ ഫയൽ ചെയ്യുന്ന റിട്ടേണായ GSTR 4മായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ ഡീറ്റെയിൽഡായിട്ട് റിലീസ് ചെയ്തിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അത് റിലീസ് ചെയ്തതിന് ശേഷം ചിലരെന്നോട് ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം സെയിൽസുമായി ബന്ധപ്പെട്ടാണ്, നമ്മുടെ ഔട്ട്വേർഡ് സപ്ലൈയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്ന്, ഈ സെയിൽസ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ, സെയിൽസ് എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് സപ്ലൈ നമ്മൾ കാണിക്കുമ്പോൾ നെറ്റ് ഓഫ് ക്രെഡിറ്റ് നോട്ട് കാണിക്കണോ എന്നുള്ളതാണ്. നമ്മൾ ഔട്ട്വേർഡ് സപ്ലൈ ഇൻവോയ്സ് അടിച്ചു, പിന്നീട് നമ്മൾ തന്നെ അവർക്ക് ക്രെഡിറ്റ് നോട്ട് കസ്റ്റമേഴ്സിന് അടിച്ചു കൊടുത്താൽ ടേൺ ഓവർ കുറയും. ഓക്കെ, അപ്പോൾ ഔട്ട്വേർഡ് സപ്ലൈ കാണിക്കുമ്പോൾ എപ്പോഴും നെറ്റ് ഓഫ് ക്രെഡിറ്റ് നോട്ടായിട്ടാണ് GSTR 4 കാണിക്കേണ്ടത്. അത് എല്ലാ സ്ഥലത്തും ഏത് ടേബിളിലായാലും നെറ്റ് ഓഫ് റിട്ടേൺസ് നെറ്റായിട്ട് വേണം കാണിക്കാൻ. രണ്ടാമത്തെ കാര്യം അതിൽ തന്നെ പറയുന്നത്, ഒന്ന് ഈ ഔട്ട്വേർഡ് സപ്ലൈയുടെ ടേബിൾ 6 ഔട്ട്വേർഡ് സപ്ലൈയുടെ റേറ്റ് ഓഫ് ടാക്സ് കാണിക്കുന്നിടത്ത് 2% എന്നുള്ള ഒരു റേറ്റ് കാണുന്നുണ്ട്. പക്ഷേ നിലവിൽ അങ്ങനെ ഒരു 2% റേറ്റുള്ളൊരു കോമ്പോസിഷൻ റേറ്റ് നിലവിലില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമില്ല, അത് നോക്കണ്ട. പക്ഷേ മറ്റുള്ള റേറ്റ് ഓഫ് ടാക്സ് നിർബന്ധമായിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. 0% ഉള്ളതുണ്ട്, അത് ഫില്ല് ചെയ്യണം. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചെയ്യുക. ഓക്കെ, ഇതാണ് സെയിൽസുമായി ബന്ധപ്പെട്ട്. ഇതുപോലെ തന്നെ പർച്ചേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. GSTയിൽ അതിന് ഇൻവേർഡ് സപ്ലൈ എന്നാണ് പറയുക. ഓക്കെ, അതിൽ ഇൻവേർഡ് സപ്ലൈ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ അത് നെറ്റ് ഓഫ് ക്രെഡിറ്റ് നോട്ട് ആയിട്ട് കാണിക്കണം. എന്ന് പറഞ്ഞാൽ ഒരാൾ നമുക്കൊരു ഇൻവോയ്സ് തന്നു, നമ്മുടെ പർച്ചേസാണ്, ഇൻവേർഡ് സപ്ലൈ ആണ്, അവർ തന്നെ നമുക്ക് ക്രെഡിറ്റ് നോട്ട് തന്നാൽ പർച്ചേസ് അക്കൗണ്ട് ചെയ്യുമ്പോഴും നെറ്റ് ഓഫ് ക്രെഡിറ്റ് നോട്ടാണ്. കാരണം നമ്മൾ ഈ B2B ടേബിള്, അതായത് ടേബിൾ 4A ഫില്ല് ചെയ്യുന്ന സമയത്ത് അത് ഒരിക്കലും ഇൻവോയ്സ് വൈസ് ഡാറ്റ അല്ല ചോദിക്കുന്നത്, സമ്മറി ഡാറ്റയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും ഇൻവോയ്സ് വൈസ് ഡാറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പർച്ചേസും നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ടത് ഈ റിട്ടേണിൽ കാണിക്കുമ്പോൾ നമ്മൾ കാണിക്കേണ്ടത് നെറ്റ് ഓഫ് ക്രെഡിറ്റ് നോട്ടാണ്. ഓക്കെ, യെസ്. അടുത്ത ഒരു സംശയം വരുന്നത്, ഈ ഇൻവേർഡ് സപ്ലൈ കാണിക്കുമ്പോൾ അതിൽ ഇൻപുട്സിൻ്റെ മാത്രം മതിയോ എന്നുള്ളതാണ്. അതായത് പർച്ചേസ് ഓഫ് ഇൻപുട്സ്, നമ്മുടെ ബിസിനസ്സിന് വേണ്ട ഇൻപുട്ടിൻ്റെ മാത്രം മതിയോ എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം അല്ല, എല്ലാം കാണിക്കണം. ഇൻവേർഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ അത് റോ മെറ്റീരിയൽ ആവാം, ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം, സർവീസുകളാവാം, എന്തും ആവാം. അപ്പോൾ GSTയിൽ നമ്മളതിന് പറയാം ഇൻപുട്സ്, ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് ഇൻപുട്ട് സർവീസസ്. അപ്പോൾ ഇൻവേർഡ് സപ്ലൈ ഡീറ്റെയിൽസ് നമ്മൾ ടേബിൾ 4A, 4B, 4C, 4D ഇതൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻപുട്ട് മാത്രമല്ല, ക്യാപിറ്റൽ ഗുഡ്സും ഇൻപുട്ട് സർവീസും എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള എക്സ്പെൻസുകളുടെ ഡീറ്റെയിൽസും അതിൽ കാണിക്കണം. ഓക്കെ, യെസ്. തന്നെ വരുന്നതാണ്, അതിൻ്റെ ഒപ്പം തന്നെ വരുന്നതാണ് പലരും നമ്മളൊരു കോമ്പോസിഷൻ ഡീലറാണ്. ഓക്കെ, അപ്പം നമ്മളൊരു മറ്റൊരു കോമ്പോസിഷൻ ഡീലറിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവരും ഒരു രജിസ്റ്റേർഡ് വ്യക്തിയാണ്. അപ്പോൾ ടേബിൾ 4A, 4B അതിലെന്താ പറയുന്നത്? രജിസ്റ്റേർഡിൽ നിന്ന് വാങ്ങുന്ന ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത്. അപ്പോൾ കോമ്പോസിഷൻ ഡീലറും ഒരു രജിസ്റ്റേർഡ് വ്യക്തി ആയതുകൊണ്ട് നമ്മളൊരു കോമ്പോസിഷൻ ഡീലറാണ്, നമ്മളൊരു മറ്റൊരു കോമ്പോസിഷൻ ഡീലറിൽ നിന്നാണ് വാങ്ങണമെങ്കിൽ അത് ടേബിൾ 4Aയിലും 4Bയിലും നമ്മൾ കാണിക്കണം എന്നുള്ളതാണ് അടുത്ത പോയിൻ്റ്. ഇനി മറ്റൊരു കാര്യം, ഈ GSTR 4 ഡിലേ ആയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം, അതിന് ലേറ്റ് ഫീ ഉള്ളതാണ്. അതുകൊണ്ട് ഏപ്രിൽ 30-നുള്ളിൽ തന്നെ അത് ഫയൽ ചെയ്ത് തീർക്കണം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അത് എഗ്രിഗേറ്റ് ടേൺ ഓവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എഗ്രിഗേറ്റ് ടേൺ ഓവർ എന്താണത്? അതായത് നമുക്കറിയാം, നോർമൽ കോമ്പോസിഷൻ ആണെങ്കിൽ 1.5 കോടി വരെ ടേൺ ഓവർ ആവാം. അതേസമയം സർവീസ് കോമ്പോസിഷൻ ആണെങ്കിൽ 50 ലക്ഷം വരെ ആവാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ടേൺ ഓവർ എത്രയാണെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ അടിക്കുമ്പോൾ, അവിടെ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഒരിക്കലും ഈ ടേൺ ഓവറിൻ്റെ ലിമിറ്റ് ക്രോസ് ചെയ്ത് പോകണില്ല എന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ 23-24 ചെയ്യുമ്പോൾ GSTR 4 ഫില്ല് ചെയ്യുമ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട് പ്രീവിയസ് ഇയർ ടേൺ ഓവർ എത്രയാണ്. അപ്പോൾ അവിടെ അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ കോമ്പോസിഷൻ ഡീലർ നോർമൽ കോമ്പോസിഷൻ ആണെങ്കിൽ 1.5 കോടി കിടക്കരുത്, സർവീസ് കോമ്പോസിഷൻ ആണെങ്കിൽ 50 ലക്ഷം കിടക്കരുത്.
അത് ഒന്നാമത്തെ കാര്യം. മറ്റൊരു കാര്യം, ഇപ്പോൾ 23-24 ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് തന്നെ, GSTR4 ഫയൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ നോക്കുക, ഇത് നമ്മുടെ ടേൺ ഓവർ ലിമിറ്റ് കടക്കുന്നില്ലല്ലോ, നോർമൽ കോമ്പോസിഷൻ 1.5 കോടി കടക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ സർവീസ് കോമ്പോസിഷന് 50 ലക്ഷം കടക്കുന്നില്ലല്ലോ എന്നും കൂടി ഉറപ്പാക്കുക. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അടുത്ത കൊല്ലം അതായത് 24-25 നമ്മുടെ കോമ്പോസിഷൻ സ്കീമിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള റൈറ്റ് നമുക്ക് നഷ്ടമാവും. വി വിൽ ബി ഇൻ ട്രബിൾ. അപ്പോൾ ടേൺ ഓവറിൻ്റെ ലിമിറ്റ് എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. പഴയ കൊല്ലത്തിലത്തെ കാര്യം നോക്കുകയാണെങ്കിലും ഇക്കൊല്ലത്തെ നോക്കുകയാണെങ്കിലും ഇതെല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനിയും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഞാനതിന് നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് അത്യാവശ്യമാണ്. കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ പോപ്പുലറൈസ് ആവുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾക്ക് ലിങ്ക് കിട്ടുമ്പോൾ നിങ്ങൾ ലിങ്കുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡ് നിങ്ങൾക്ക് കിട്ടില്ല. ആ ലിങ്ക് നിങ്ങൾക്ക് ആരും അയച്ചു തരാൻ പോകണില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബിൽ അത് ഈ ചാനൽ ഏബിൾ ഇന്ത്യയിൽ അത് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരും. നിങ്ങൾക്കത് വിട്ടുപോകാതെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ, ഇപ്പോൾ നിങ്ങളൊരു ഓഫീസ് റൺ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ, അവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഓരോരുത്തർക്കും ഉള്ളത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണകരമായി എന്ന് കരുതുന്നു. നന്ദി.